ചെമ്പനിപ്പ് സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രാത്രിയിൽ ശ്രീകാന്തും വർഷയും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിന്റെ ഓണർ നീതു വിളിക്കുന്നത്. ഡിഷിനെ കുറിച്ചിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. ഈ സമയത്താണോ മാഡം പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ വരുന്നതെന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ഐഡിയാസ് എപ്പോഴാണ് തോന്നുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് എന്റെ ഒരു രീതി. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആയില്ല എന്ന് പറയുകയാണേ. അങ്ങനെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ട് വർഷയാണെന്നുണ്ടെങ്കിൽ ഈ രാത്രിയിലാണോ നിന്റെ റെസിപ്പിയും അതുപോലെ ഫുഡിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്? മര്യാദയ്ക്ക് ഇവിടുന്ന് എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ഓടിച്ചു വിടുവാണേ. പുറത്ത് വന്നിട്ട് ഹാളിൽ നിന്ന് സംസാരിക്കുമ്പോൾ സച്ചിയും രേവതി അവിടെ കിടന്നുറങ്ങുന്നുണ്ടല്ലോ. രേവതി ഇപ്പൊ ഉറങ്ങിയതേ ഉള്ളൂ, നിനക്ക് ഇപ്പോഴാണോ കടുകും അതും ഇതൊക്കെ പറയുന്നത്, ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് ഓടിക്കുമ്പോഴേക്കും സുധി അങ്ങോട്ടേക്ക് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ശ്രീകാന്തിന്റെ അടുത്ത് വെള്ളം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സുധി ആവശ്യപ്പെടുന്നത്. എന്നാൽ താൻ ഫോണിൽ സംസാരിക്കുകയാണെന്ന് കേട്ട ഉടനെ നീ ഫോൺ എനിക്ക് താടാ, ഞാൻ ഫോണിൽ സംസാരിച്ചോളാം, നീ പോയിട്ട് വെള്ളം എടുത്തിട്ട് വാ എന്ന് സുധി മണ്ടനെ പോലെ സംസാരിക്കുകയാണ്. ഇത് കേട്ട ഉടനെ തന്നെ സോറി ഞാൻ അവിടെ പോയി സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടുന്ന് പോകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും നീതു ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്യൂഷനൊക്കെ ആക്കിയിട്ട് മൊത്തത്തിൽ വേറൊരു ഡിഷായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കഴിച്ചൊരു ഫീലാണ് തോന്നുന്നത്. നീ എന്താ എന്നെ കളിയാക്കാണോ എന്ന് നീതു ചോദിക്കുന്നുണ്ടേ. അല്ല മാഡം, റെസിപ്പി പറയുന്നത് കേട്ടപ്പോ എനിക്ക് അങ്ങനെ ഒരു ഫീലാ തോന്നിയത്. ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാഡം എന്തായാലും പുതിയൊരു ഡിഷ് ക്രിയേറ്റ് ചെയ്തു. ഇല്ല നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. സോറി ഡിസ്റ്റർബൻസ് ആയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ അതൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നാളെ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും വർഷ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടേ. വർഷ അവിടെ വന്ന് നിൽക്കുന്നത് ശ്രീകാന്ത് കാണാത്തത് കൊണ്ട് തന്നെ ഫോൺ വെച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ വർഷയെ കണ്ടിട്ട് പേടിക്കുന്നുണ്ട്. അയ്യോ നീ എന്താ പ്രേതത്തെ പോലെ എന്റെ പുറകിൽ വന്ന് നിൽക്കുന്നത്? ഞാൻ ശരിക്കും പേടിച്ചുപോയി. ഇത്രയും നേരം ഇവിടെ എന്ത് ചെയ്യായിരുന്നു ശ്രീകാന്ത്? അത് നീതു മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു, പുതിയൊരു ഡിഷ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഈ സമയത്താണോ ഡിഷിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നത്? അവളുടെ കോള് വന്നതോട് കൂടിയിട്ട് എന്റെ ഉറക്കം പോയി. സോറി വർഷ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് സോപ്പിടുന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഞാന് പകല് നിന്റെ റെസ്റ്റോറന്റിലുള്ള സമയത്ത് വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഫോൺ വെക്കാതെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം. ഇതെന്താ വർഷ പുതിയ കണ്ടീഷനാണോ? അതെ എനിക്ക് ഉറക്കം വരുന്നു, വാ എന്ന് പറഞ്ഞിട്ട് വർഷ അങ്ങ് മുറിയിലേക്ക് കയറി പോവാണ്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. രേവതി എന്ന് വിളിച്ചിട്ട് സച്ചി അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് രേവതി ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണുന്നത്. ഇതെന്താ രേവതി നീ ഇപ്പൊ എന്താ ചെയ്യുന്നത്? കണ്ടാൽ അറിയില്ലേ സച്ചിയേട്ടാ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഇതെന്തിനാ രേവതി നീ ചെയ്യുന്നത്? പിന്നെ വേറെ ആര് ചെയ്യാനാ? സാധാരണയായിട്ട് ഞാൻ തന്നെയല്ലേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സാധാരണ പോലെയാണോ ഇപ്പോഴത്തെ കഥ? നിന്റെ തലയിൽ അടിപ്പെട്ടിരിക്കുകയല്ലേ? ഡോക്ടർ നിന്റെ അടുത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മാത്രം വേദനയൊന്നും എനിക്കില്ല സച്ചി. ഇനി ഉണ്ടെങ്കിൽ തന്നെ നീ ഇല്ലാന്ന് തന്നെയല്ലേ പറയുള്ളൂ. ഇന്നലെ നിന്റെ അടുത്ത് അമ്മ പറഞ്ഞതല്ലേ ഫുഡൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം. പിന്നെ നീ എന്തിനാ ഉണ്ടാക്കിയത്? ഒരു തവണ അങ്ങനെ പറഞ്ഞെന്ന് കരുതിയിട്ട് എപ്പോഴും പോയിട്ട് അമ്മയെ വിളിക്കാൻ വേണ്ടി പറ്റുമോ? നല്ല കഥയായി. ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് തീർത്തോളാം. സച്ചേട്ടൻ അവിടെ പോയി ഇരുന്നാൽ മതി, എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാന്. എന്താ നീ പറഞ്ഞത്? ഈ ജോലി തന്നെ ചെയ്യണ്ട എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഇത് പോരാതെയാണോ നീ പൂ കൊടുക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കരുതിയിട്ട് നമുക്ക് നമ്മുടെ ജോലി ചെയ്യണ്ടേ? ഒരു ദിവസം ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഒന്നും വരാൻ വേണ്ടി പോകുന്നില്ല രേവതി. അല്ല സച്ചേട്ടാ ഇന്ന് മുഹൂർത്ത ദിവസമാണ്, അതുകൊണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട്. രേവതി ഈ വെയിലത്താണോ നീ വണ്ടി ഓടിച്ചിട്ട് പോകാൻ വേണ്ടി പോകുന്നത്? നിന്റെ തലയിൽ ഹെൽമെറ്റും വെക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, അതുകൊണ്ട് നീ പോണ്ട. പിന്നെ ഇനിയിപ്പോ നിനക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് പൂ കെട്ടിട്ട് വേണ്ടേ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട്? അതൊക്കെ ഭയങ്കര റിസ്ക് ആണ്, അതുകൊണ്ട് നീ അതൊന്നും ചെയ്യണ്ട എന്ന് പറയുകയാണെ. അതെല്ലാം ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ പൂവെല്ലാം കെട്ടിവെച്ചു. 4 മണിക്ക് എഴുന്നേറ്റിട്ടോ? അതെ, നിങ്ങള് ഒന്ന് എഴുന്നേറ്റ് നോക്ക പോലും ചെയ്തില്ലല്ലോ. അതിന് നീ 4 മണിക്ക് എഴുന്നേറ്റ് പൂ കിട്ടുന്നുള്ള കാര്യം എനിക്ക് എങ്ങനെ അറിയുന്നത്? ഞാന് വെളുപ്പിനൊക്കെ ട്രിപ്പിന് പോകുന്ന സമയത്ത് നീ എന്താ എഴുന്നേറ്റിരിക്കുകയാണോ ചെയ്യാറ്? അതെ ശരിക്കും? അതെ സച്ചേട്ടാ, അതാണ് പെണ്ണുങ്ങളും ആണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങള് വെളുപ്പിനൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരാറില്ല. ആ സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഇതിനെ കുറിച്ചൊന്നും രേവതി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിലും ഇതൊക്കെ അങ്ങനെ പറയേണ്ട കാര്യമാണോ? തനിക്ക് വേണ്ടിയിട്ട് ഉറക്കൊഴിഞ്ഞു നിൽക്കുന്ന രേവതിയെ കുറിച്ചിട്ട് സച്ചി അറിഞ്ഞ നിമിഷം തന്നെ രേവതിയെ സച്ചി ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് നീ പോവണ്ട. ഇല്ല സച്ചിയേട്ടാ, പോവാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഓർഡർ എല്ലാം വേറെ ആൾക്കാർക്ക് കൊടുക്കും, പിന്നെ ഇന്നത്തെ വരുമാനം കുറയില്ലേ? അങ്ങനെയാണ് രേവതി നീ പറയുന്നത്. ശരിയെന്ന് മനസ്സോട് കൂടിയിട്ട് സച്ചി സമ്മതം മൂളാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും രേവതിയുടെ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്. ചേച്ചിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്, പൂ എവിടെയോ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ രേവതി ഒരു കാര്യം ചെയ്യാം, ഞാൻ വണ്ടി ഓടിക്കാൻ നീ പുറകിലിരുന്നാൽ മതി, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്നിട്ട് പൂ കൊണ്ടുകൊടുക്കാം എന്ന് പറയുമ്പോൾ വേണ്ട സച്ചിയേട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോയി കൊണ്ടുകൊടുത്തോളാം, സച്ചിയുടെ ജോലി നോക്ക്, ഞാൻ പറയുന്നത് നീ കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ വായടപ്പിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷ വരുന്നുണ്ട്. ചേച്ചി ഒരു ഗ്ലാസ് ചായ എന്ന് പറയുമ്പോൾ രേവതി എടുക്കാൻ പോവാണ്.
രേവതിയെ തടഞ്ഞു നിർത്തിയിട്ട് നിനക്കെന്താ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് അറിയില്ല എന്ന് വർഷയുടെ അടുത്ത് സച്ചി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. അവൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം, സച്ചിയുടെ പ്രശ്നം എന്താ, അവിടെ നിന്ന് അടങ്ങിയിരിക്കേ, എന്നിട്ട് വേണം എനിക്ക് പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ. അല്ല രേവതി ചേച്ചി ഇന്ന് പൂ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അങ്ങനെ ചോദിക്കും. പക്ഷേ തലയ്ക്ക് അടിപെട്ടിട്ടും അവള് അടങ്ങിയൊരു ഭാഗത്ത് ഇരിക്കുന്നില്ല. ഞാൻ അവളുടെ കൂടെ പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകാം എന്നുള്ള കാര്യം പറഞ്ഞിട്ട് അവൾ അതിന് സമ്മതിക്കുന്നുമില്ല. ഓഹോ അങ്ങനെയുണ്ടോ, ഇത് നല്ല ഐഡിയ ആണല്ലോ. ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താക്കന്മാര് ഇങ്ങനെ കെയർ ചെയ്യണം. കേട്ടില്ലേ രേവതി പറഞ്ഞത്? പക്ഷേ എന്റെ കൂടെ സച്ചേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വരുമാന മാർഗം എന്താകും? ഓ അങ്ങനെയാണല്ലേ നീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്റെ കൂടെ ബൈക്ക് ഓടിച്ചിട്ടല്ലേ വരുന്നത്, അതിന് നീ ഫീ തന്നാ മതി. കാറിന്റെ വരുമാനം ഒന്നും തരണ്ട, ബൈക്കിന്റെ ഡ്രൈവർ ആ റേറ്റ് തന്നാ മതി. കേട്ടില്ലേ വർഷേ സച്ചേട്ടൻ ഈ പറയുന്നത്? ഇതെന്തായാലും നല്ല ഐഡിയ ആണ്. ചേച്ചിയുടെ കാര്യം നടക്കും, സച്ചേട്ടന് വരുമാനം വരും. ശരി, ഞാനിനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സച്ചേട്ടൻ അതൊന്നും കേൾക്കില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകാം. അങ്ങനെ വഴിക്ക് വാ രേവതി. സച്ചേട്ടൻ ചെന്നിരുന്നോ, ഞാൻ ടിഫിൻ എടുത്ത് വെക്കാം, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം എന്ന് പറയാണ് രേവതി. അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി പൂവൊക്കെ കൊടുത്തിട്ട് തിരികെ ഇങ്ങനെ വരുവാണ്. സച്ചേട്ടൻ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂ കൊടുക്കാൻ വേണ്ടി പറ്റിയെന്ന് പറയണേ. ഇതുകൊണ്ടാണ് രേവതി ഞാൻ പറഞ്ഞത് കൂടെ ഞാൻ വരാമെന്ന്. പക്ഷെ നീയല്ലേ സമ്മതിക്കാണ്ടിരുന്നത്? സച്ചേട്ടൻ എന്റെ കൂടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ല, സച്ചേട്ടനും ജോലിയുണ്ടല്ലോ അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാ, അല്ലാതെ സച്ചേട്ടൻ എന്റെ കൂടെ വരുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയണേ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ ജോലിയൊക്കെ ഇന്ന് വരും നാളെ വരും, എന്നാ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണ് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ തലയ്ക്ക് അടിപെട്ടിട്ട് അത് ശരിയായിട്ട് വരുന്നതേ ഉള്ളൂ. ഓ സ്നേഹം ഭയങ്കരമായിട്ട് തുളുമ്പുന്നുണ്ടല്ലോ. എന്റെ ഭാര്യയോട് പിന്നെ എനിക്ക് സ്നേഹം ഉണ്ടാവില്ലേ? എന്തായാലും സച്ചേട്ടാ നമുക്ക് ഹോട്ടലിലേക്ക് പോകാം, ആ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കണമെന്ന് പറയണേ. അങ്ങോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെന്താ സച്ചേട്ടാ അങ്ങനെ പോവാൻ കാരണം? നീ മനസ്സിൽ വിചാരിച്ചാ മതി, ഞാനത് മാനത്ത് കാണും. രണ്ടുപേരും കൂടി ചേർന്ന് ഭക്ഷണമൊക്കെ മേടിച്ചിട്ട് ആ അമ്മയും അച്ഛനെയും കാണാൻ വേണ്ടിട്ട് പോവാണ്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വരുന്നത് കാണുമ്പോ ദാ രേവതി വരുന്നുണ്ട്. അവളുടെ തലയിൽ എന്തോ കെട്ടുണ്ടല്ലോ. അന്ന് ചെരുപ്പ് തയ്ക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആ പയ്യനും കൂടെ ഉണ്ടല്ലോ. രണ്ടുപേരും കൂടി എന്തായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നൊക്കെ രണ്ടുപേരും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചിൻ രേവതി അവരുടെ അരികിലേക്ക് വരുന്നുണ്ടേ. അല്ല രേവതി, നിന്റെ തലയ്ക്ക് എന്ത് പറ്റിയതെന്നാണ് ആദ്യം അമ്മ ചോദിക്കുന്നത്. അത് പേടിക്കാനൊന്നുമില്ലാമേ, ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ. ശരി, നിങ്ങൾ രണ്ടുപേരെന്താ ഒരുമിച്ച് വരുന്നത്? അതമ്മേ, ഇതാണ് എന്റെ ഭർത്താവ് എന്ന് പറയണേ. അന്ന് വന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും അതിനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. അത് വേറൊന്നും കൊണ്ടല്ല അമ്മേ, അന്ന് രേവതിയെ കുറിച്ചിട്ട് അമ്മ നന്നായിട്ട് പുകഴ്ത്തി സംസാരിച്ചല്ലോ. ആ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ ഞാനങ്ങ് വിട്ടുപോയതാണ് പറയാന്. അതേ അമ്മേ, സച്ചേട്ടനെ കുറിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പുകഴ്ത്തി സംസാരിച്ചല്ലോ, അപ്പോ ഞാനും വിട്ടുപോയി പറയാൻ. രേവതി, നിനക്ക് മാത്രമാണ് നല്ല മനസ്സെന്നാണ് ഞാൻ കരുതിയത്. എന്നാ നിന്റെ ഭർത്താവിനും നല്ല മനസ്സ് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ്. നിങ്ങൾ എപ്പോഴും നന്നായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് അവര് പ്രസാദം കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതിയുടെ കയ്യിലേക്ക്. സച്ചിത് മേടിച്ചിട്ട് തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇന്നെന്താ അമ്പലത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോ അതെ, മനസ്സിന് വല്ലാത്തൊരു വിഷമം പോലെ, അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ടാ വന്നിരിക്കുന്നത്. അതെന്താ പറ്റിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതി ഇന്നലെ രാത്രി എന്റെ അടുത്തേക്ക് വന്നു എന്ന് പറയണേ. രേവതി ഇന്നലെ രാത്രി അവരെ കാണാൻ വേണ്ടി പോയിരുന്നു എന്ന് സച്ചി ചോദിക്കുമ്പോ ഇല്ല സച്ചേട്ടാ, ഞാനിതാ ഇപ്പോഴല്ലേ സച്ചേട്ടന് കൂടെ വന്നത്, ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് നേരിട്ട് വന്ന കാര്യമല്ല പറയുന്നത്, സ്വപ്നത്തില് രേവതി വന്ന കാര്യമാണ്. ആണോ? എന്നിട്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ള കാര്യം ആ അച്ഛന്റെ അടുത്ത് ചോദിക്കാണ് രേവതി. നീ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നീ എന്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുക ചെയ്തത്. കാര്യം അന്വേഷിച്ചിട്ടും മോള് ഭയങ്കര കരച്ചിലായിരുന്നു. അതേ മോളെ ഉറക്കത്തിൽ അങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് എണീക്കുകയും രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് നിലവിളിച്ച് കരയുകയും ചെയ്തു ആ അച്ഛൻ എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ കണ്ടത് മുതൽ മനസ്സിന് മൊത്തത്തിലൊരു വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് മോൾക്ക് വേണ്ടിയിട്ട് പൂജയെല്ലാം ചെയ്ത് പ്രസാദം മേടിച്ചിട്ട് വന്നതാണ്. നീ എന്റെ മകളെ പോലെയല്ലേ, നിനക്ക് ഒന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ട്. അവര് പറയുന്നത് കേൾക്കുമ്പോഴേക്കും രേവതിയുടെ മനസ്സ് ആകെ മൊത്തത്തിൽ നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. തുടർന്ന് ആ അച്ഛൻ പറയുന്നത് രേവതി നല്ല മോളാണ്, അവൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കാൻ വേണ്ടി പാടില്ല. അയ്യോ അച്ഛ, അങ്ങനെയൊന്നുമില്ല. രേവതി സന്തോഷം വന്നു കഴിഞ്ഞാലും സങ്കടം വന്നു കഴിഞ്ഞാലും കരയുന്ന ആളാണ്. ഒരുപക്ഷെ ആനന്ദ കണ്ണീരായിരിക്കും ഇന്നലെ രാത്രി വന്ന് സ്വപ്നത്തിലൂടെ കണ്ടിട്ടുണ്ടാവുക. അങ്ങനെ സംഭവിച്ചാൽ അത് നല്ല കാര്യമാണെന്നുള്ള കാര്യം അച്ഛൻ പറയാണേ. രേവതി എല്ലാവരും നന്നായിട്ട് ഇരിക്കണം എന്നുള്ള കാര്യം ആഗ്രഹിക്കുന്നവളാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നാളുകൊണ്ട് തന്നെ ഞങ്ങളുടെ പേരക്കുട്ടിയെ പോലെയായി അവള്. മറ്റുള്ളവർക്ക് നല്ലത് വിചാരിക്കുന്ന രേവതി എപ്പോഴും നന്നായിട്ടിരിക്കണം എന്നൊക്കെ ആ അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോ അതൊക്കെ അച്ഛ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാകും. നിങ്ങൾ രണ്ടുപേരും കൂടി ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഭക്ഷണം അവരുടെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് സച്ചി. എന്തിനാണ് നിങ്ങൾ വെറുതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസം കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോ രേവതി ഞങ്ങൾക്ക് ഇതൊന്നും ഒരു കഷ്ടമേ അല്ല, രേവതിയെ നന്നായിട്ട് നോക്കണേ മോനെ എന്നുള്ള കാര്യം പറയുമ്പോ നിങ്ങളുടെ മകളെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം. ശരി, നിങ്ങൾ ഭക്ഷണം കഴിക്കും, ഞങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ അവര് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് മെല്ലെ മെല്ലെ സങ്കടത്തോട് കൂടിയിട്ടാണ് അരികിലേക്ക് ചെല്ലുന്നത്. എന്ത് നമുക്ക് പോയാലോന്ന് ചോദിക്കുമ്പോ അല്ല സച്ചിയേട്ടാ, ഞാന് അവര് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. എനിക്ക് മനസ്സിനെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെ.
നീ എന്തിനാ രേവതി അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? സ്വപ്നാവുന്ന സമയത്ത് അങ്ങനെയൊക്കെ വരും. നമ്മൾ ശരിക്കും വിചാരിച്ച കാര്യങ്ങൾ തന്നെ നടക്കുന്നില്ല, എന്നിട്ടാണോ ഇപ്പോൾ സ്വപ്നത്തിൽ വന്ന കാര്യങ്ങൾ നടക്കുന്നത്? ഇന്നലെ ശ്രുതിയും ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, എനിക്കെന്തോ ചീത്ത സമയം ആരംഭിക്കാൻ വേണ്ടി പോകുകയാണ് എന്നുള്ള കാര്യം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലോ? അയ്യോ, പൗഡർ എടുത്ത് എന്തോ വായ തോന്നുന്നത് വിളിച്ച് പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നീ അതൊക്കെ പിടിച്ചോണ്ട് നടക്കുവാണോ? ഇത്രയും കഷ്ടപ്പെടുന്ന ഈ അച്ഛനും അമ്മയ്ക്ക് നീ ദിവസം കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുന്നില്ലേ? അതിനേക്കാൾ വലിയ പുണ്യം എന്തെങ്കിലും ഉണ്ടോ രേവതി? ഇങ്ങനെ നല്ലത് ചെയ്യുന്ന നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഒന്നിനും ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. വാ, കയറിയിരിക്കും, നമുക്ക് പോയെന്ന് പറഞ്ഞിട്ട് രേവതി കയറിയതിനു ശേഷം സച്ചി വണ്ടിയെടുത്ത് പോവാണ്. അടുത്തും അതുപോലെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് ഒരു കടയുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ പിറ്റേ ദിവസം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നാളത്തേക്കല്ലടാ സബ്മിറ്റ് ചെയ്യേണ്ടത്, അത് നമുക്ക് ചെയ്യാലോ. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, കാരണം നീ നന്നായിട്ട് പഠിക്കുന്നവനാണല്ലോ. അതുകൊണ്ട് നിനക്കെല്ലാം ഈസി ആയിരിക്കും. നാളെ വൈകിട്ട് വരെ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ വെച്ചാ പോരെ, നീ ചെയ്യടാ എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കേട്ടോ ശരത്ത്. അപ്പോഴാണ് അതുവഴി ആന്റണി കാറുമായിട്ട് പോകുന്നത്. ശരത്തിനെ കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തുന്നുണ്ട്. തൊട്ടടുത്തല്ല, കുറച്ച് മാറിയിട്ട്. ആന്റണി ചേട്ടാ ഇത് നോക്ക്, ശരത്ത് എന്ന് പറഞ്ഞ് കൂടെയുള്ളവൻ കാണിച്ചു കൊടുക്കുവാണേ. നമ്മുടെ കൂടെയുള്ള സമയത്ത് പണം അവന് കുറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിവസവും ബീർ അടിക്കുമായിരുന്നു പോയിട്ട് ബാറിൽ ഇരുന്നു കൊണ്ട്. എന്നാൽ ഇപ്പോ പണമില്ലാതെ പോയിട്ട് ചായ കുടിക്കുന്നത് കണ്ടില്ലേ? ഇനി എന്തായാലും അവൻ നമ്മുടെ വഴിക്ക് വരുന്നുള്ള കാര്യം തോന്നുന്നില്ല. അത് ശരിയാണ്. ഒരു 200 രൂപ എടുത്ത് കൊടുത്തിട്ട് അതിൽ കൂടെയുള്ള ഒരുത്തനെടുത്ത് അവൻ ചായ കുടിച്ചതിന്റെ പൈസ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് വിടുന്നുണ്ട് കേട്ടോ അവന്റെ അരികിലേക്ക്. എന്റെ കാശ് ഇതാ എന്ന് പറഞ്ഞിട്ട് പണം കൊണ്ടുപോയി കൊടുക്കുവാണ് കേട്ടോ ആ കടക്കാരന്റെ കയ്യില്. പക്ഷെ നീ എന്തിനാടാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ കുടിച്ചതിന്റെ പൈസ കൊടുക്കാൻ എനിക്കറിയാം, നീ ഇതിനകത്ത് കയറി ഇടപെടണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ അങ്ങ് മാറ്റി നിർത്തുവാണ്. നീ എന്താണ് ശരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആന്റണി ചേട്ടനാണ് നിന്റെ പണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്റെ കയ്യിലേക്ക് കൊടുത്തു വിട്ടത്. എടാ, നിന്നേക്കാൾ മുമ്പായിട്ട് ഞാൻ അവനെ കണ്ടവനാണ്. അതുകൊണ്ട് ഏതർത്ഥത്തിലാണ് പണം കൊണ്ടു തന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പണമില്ലാത്തവനാണെന്നുള്ള കാര്യം പറഞ്ഞ് കളിയാക്കുന്ന രീതിയിലായിരിക്കും ഈ പണം എന്റെ അടുത്തേക്ക് തന്നയച്ചിട്ടുണ്ടാവും. എന്നാലേ എന്റെ കയ്യിൽ നല്ല പഠിപ്പുണ്ട്. പഠിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എനിക്ക് നല്ല ജോലി കിട്ടും. ഞാൻ എന്റെ പാട്ടിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമില്ലാതെ എന്റെ റൂട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം പറഞ്ഞേക്ക്. എടാ കേരട എന്ന് പറഞ്ഞ് ശരത്തിന്റെ ഫ്രണ്ടിനെ കയറ്റിയിട്ട് വണ്ടി എടുത്തിട്ട് ശരത്ത് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ആന്റണി അവിടെ അങ്ങനെ ചിരിച്ചു നിൽക്കുന്നുണ്ട്. ആന്റണിയുടെ ഫ്രണ്ട് വന്നിട്ട് ആന്റണി ചേട്ടാ അവൻ പറഞ്ഞത് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ എല്ലാം കേട്ടടാ. അവൻ ഇപ്പൊ കോളേജിൽ പഠിക്കുന്ന പയ്യനാന്നുള്ള ബോധം വന്നതാണ്. അതിന്റെ ബുദ്ധി അവൻ കാണിക്കുന്നത്. നമുക്ക് നോക്കാം എത്ര നാള് അവൻ എന്റെ സഹായം ഇല്ലാതെ ജീവിക്കും എന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് നേരെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുവാണ്. ശ്രുതിക്ക് അവന്റെ കോളാന്ന് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഫോൺ എടുത്ത ഉടനെ തന്നെ ആന്റണി ചോദിക്കുന്നത് ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്നാണ്. ഏത് കാര്യം? ഓ, അത്ര പെട്ടെന്ന് നീ മറന്നോ? സച്ചിയുടെ ഫോൺ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞില്ലേ, അതിലൊരു വീഡിയോ. അത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോ എടുത്തു തരാൻ വേണ്ടി പറ്റും? സച്ചിയുടെ ഫോണൊന്നും അത്ര പെട്ടെന്ന് എടുത്തു തരാൻ വേണ്ടി പറ്റുന്നതല്ല. അതിന് എനിക്ക് കുറച്ച് സമയം വേണം. സമയം എത്ര വേണമെങ്കിലും എടുത്തോളൂ, എനിക്കൊരു കുഴപ്പമില്ല. നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന അവനും നിനക്ക് കുറച്ച് സമയമല്ലേ തന്നുള്ളൂ. അവനെ നിനക്ക് എന്നേക്കുമായിട്ട് ശല്യം ഒഴിഞ്ഞ് കിട്ടണ്ടേ? അതോടനെ നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഞാൻ പറഞ്ഞ കാര്യം ഉടനെ തന്നെ ചെയ്തു തരണം. ശരി, അതിനെക്കുറിച്ചൊക്കെ എനിക്കറിയാം, ഞാൻ ഉടനെ തന്നെ തരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ വെക്കുവാണേ. ആന്റണി അവിടെ ഫോണിൽ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതേ കടയിലേക്ക് സച്ചിയും അതുപോലെ രേവതിയും കൂടി കയറി വരുന്നത്. അവരെ കാണുമ്പോഴേക്കും ഇവർ രണ്ടുപേരും മറിഞ്ഞു നിൽക്കുന്നുണ്ട്. രേവതി ആ കടയിലേക്ക് പൂ കൊടുക്കാനാ പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സച്ചിയും കൂടെ വരാന്ന് പറയാണേ. പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാ സച്ചിയുടെ രണ്ടുപേര് പോകുന്നത്? സാധാരണയായിട്ട് നീ ചേച്ചിമാരെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ചായ കുടിച്ചിട്ടല്ലേ പോകാറ്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും ചായ കുടിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂടെ പോകുന്നുണ്ട്. ബജ്ജി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. എന്നിട്ട് രേവതിയുടെ അടുത്ത് കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിലും രേവതി കഴിക്കുന്നില്ല. സച്ചി കഴിച്ചു നോക്കിയിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട് ഈ വലിയ വലിയ ഹോട്ടൽസിലൊന്നും ഇതുപോലത്തെ ചായയും ബജ്ജിയും ഒന്നും കിട്ടില്ല. അതിനൊക്കെ നമ്മുടെ ഈ കട തന്നെ വേണം. നീ എന്താ രേവതി ഇപ്പോഴും ആ സ്വപ്നത്തെ കുറിച്ചിട്ട് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? അതൊക്കെ വിട്ടേക്ക്. ഞാൻ കൂടെയുള്ള സമയത്ത് നിനക്ക് എന്തെങ്കിലും വരാൻ വേണ്ടിയിട്ട് ഞാൻ വിടുവോ? നീ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ചായയും കൂടി കൊടുത്ത് രേവതിയുടെ അടുത്ത് കുടിക്കാൻ വേണ്ടി പറയാണേ. രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി നിന്നിട്ട് അവിടുന്ന് ചായ കുടിക്കുന്നതൊക്കെ ആന്റണി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. എല്ലാം നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്റെ സ്ഥലത്ത് വന്ന് എന്നെ നാണം കെടുത്തിട്ട് പോയത്. ഇവനെയൊന്നും അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കില്ല. ഇവനെയൊന്നും അങ്ങനെ വെറുതെ വിടാൻ വേണ്ടി പാടില്ല. അങ്ങനെ വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മുടെ അടുത്ത് ഒരു ഭയം ഇല്ലാത്തതുപോലെ ആകും. അത് ശരി തന്നെയാണ് ആന്റണി ചേട്ടാ. എന്തായാലും ഇവരെ എന്തെങ്കിലും ചെയ്യണമെന്ന് കൂടെയുള്ളവൻ പറയുന്നുണ്ട്. ആ ശ്രുതി എപ്പോഴാണ് വീഡിയോ എടുത്തു തരാന്നുള്ള കാര്യം അറിയില്ല. ചിലപ്പോൾ സമയമെടുക്കും. അതിനുള്ളിൽ തന്നെ ഇവർ രണ്ടുപേരും എന്തെങ്കിലും ചെയ്യണം. എന്തായാലും ഇടാ, ഇവർ രണ്ടുപേരും വണ്ടിയിലല്ലേ പോകുന്നത്. ഇടിച്ച് തള്ളിയിടണം. ഒരു 3 മാസമെങ്കിലും കയ്യും കാലൊക്കെ ഒടിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കണം. അവർ പോകുന്നതിന്റെ പുറകെ തന്നെ നമുക്കും പോകണം. എന്നിട്ട് ഇടിച്ചിടണം. ആക്സിഡന്റ് പോലെ തോന്നാൻ വേണ്ടി പാടുള്ളൂ. കേരള വണ്ടിയിൽ എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ളവന്റെ അടുത്തും കയറാൻ വേണ്ടി പറയണേ. ചായ കുടിച്ചിട്ട് ബൈക്കിൽ കയറുന്നത് വരെ ആന്റണി നോക്കിക്കൊണ്ട് ഇങ്ങനെ കാറിലിരിക്കുവാണ്. അവർ രണ്ടുപേരും വണ്ടിയിൽ കയറി പോകുന്നതിന്റെ പുറകെ തന്നെ ഈ കാറും എടുത്തിട്ട് ആന്റണിയും പുറകെ ചെല്ലുവാണ്. വണ്ടി ഓടിക്കുന്നത് ആന്റണി അല്ല കേട്ടോ. അവർ രണ്ടുപേരും ഇങ്ങനെ ചിരിച്ചും കളിച്ച് സംസാരിച്ച് പോകുന്നത് കണ്ടിട്ട് തന്നെ തനിക്ക് പ്രാന്താവുന്നുണ്ട് എന്ന്. എന്നെ ഉപദ്രവിച്ചിട്ട്
ആരെയും ഞാൻ ചുമ്മാ ഇതുവരെ വിട്ടിട്ടില്ല, രണ്ടെണ്ണത്തിനും കൊന്നു കളയും, സ്പീഡിൽ വിടറ എന്ന് പറഞ്ഞിട്ട് ആന്റണി ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവരുടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണേ. വണ്ടി ഇടിച്ചതിന് ശേഷം നിർത്തണ്ട കേട്ടോ, ബ്രേക്ക് പോയതാ എന്നിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ഒപ്പിക്കാൻ വേണ്ടി പറ്റും, നീ സ്പീഡിൽ വിടടാ എന്നൊക്കെ ആന്റണി പറയുന്നുണ്ട്. അതേസമയം രേവതിയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ സച്ചേട്ടാ ഭയങ്കര സന്തോഷമുണ്ട്. അല്ല സന്തോഷായോ? കുറച്ചു നേരത്തല്ലേ നീ മുഖം വീർപ്പിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത്? അല്ല സച്ചേട്ടാ, ഞാനും ആലോചിച്ച് നോക്കി, സച്ചേട്ടൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഒന്നും ആവില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചേട്ടൻ എന്നെ രക്ഷിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഓ അങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കാണ് കേട്ടോ രേവതിയുടെ അടുത്ത് സച്ചി. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും സച്ചേട്ടന്റെ മടിയിൽ കിടന്നിട്ട് ഞാൻ മരിക്കുവാണെന്നുണ്ടെങ്കിലും എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്ത് വർത്താന രേവതി ഈ പറയുന്നത്? ഒരു കുത്തങ്ങ് വെച്ച് തരുന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട്. മരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നിയതാണ് സച്ചേട്ടൻ ഞാൻ പറഞ്ഞത്. രേവതി, ഇതൊക്കെ എന്ത് സംസാരമാണ്? ഇങ്ങനത്തെ സംസാരമൊക്കെ നീ എവിടുന്നാ പഠിച്ചത്? ഞാനുള്ള സമയത്ത് നിനക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിട്ട് ഞാൻ വിടൂ? അങ്ങനെയൊന്നും സംഭവിക്കില്ല സച്ചേട്ടാ, നിങ്ങള് എന്റെ കൂടെ ഉണ്ടല്ലോ, അപ്പോ സച്ചേട്ടൻ എന്നെ നോക്കിക്കോളൂ. കുറച്ചു ദൂരം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ സച്ചിക്കാണെന്നുണ്ടെങ്കിൽ പുറകിൽ വരുന്ന വണ്ടി നല്ല രീതിയിലല്ല ഓടിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഒരു സ്ഥലത്ത് എത്തുമ്പോൾ അങ്ങ് വെട്ടിക്കുവാണ്. ആ വെട്ടിക്കലില് സച്ചിക്കും രേവതിക്കും ഒന്നും പറ്റുന്നില്ല. രേവതി വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും പിടിച്ചു നിൽക്കുക രേവതി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് രേവതിക്കൊന്നും പറ്റുന്നില്ല. വണ്ടിയാണെന്നുണ്ടെങ്കിൽ വേഗം എടുത്തോണ്ട് പോവാണ് കേട്ടോ ആന്റണി. കാരണം സച്ചിയുടെ കണ്ണിലെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടി തീരുമല്ലോ. അവരാണെന്നുള്ള കാര്യം മനസ്സിലാവരുതെന്ന് വിചാരിച്ച് വേഗം വണ്ടി അങ്ങ് സ്പീഡിൽ വിട്ട് പോകുന്നുണ്ട്. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി നീ ഇവിടെ നിൽക്ക്, ഞാന് അവന്റെ പോയി പിടിച്ചിട്ട് വരാ എന്ന് പറയുന്ന സമയത്ത് എന്തിനാ സച്ചിയുടെ വെറുതെ അവരുടെയൊക്കെ പുറകെ പോകുന്നത്? ചിലപ്പോൾ കുടിച്ചിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നുണ്ടാവുക. കുടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും സ്റ്റഡി ആയിട്ട് വണ്ടി ഓടിക്കണ്ടേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ രേവതി സച്ചി ഒരു നോട്ടം നോക്കുന്നുണ്ട്. അല്ല രേവതി, കുടിച്ചിട്ട് വണ്ടി ഓടിക്കുന്നത് തെറ്റാണ്, കുടിക്കുന്നതേ തെറ്റാണ്. ഇല്ല രേവതി, നമുക്ക് അങ്ങനെയൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മള് നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കണം, അല്ലെങ്കിലും കുടിക്കുന്നത് തെറ്റാന്നുള്ള കാര്യം സച്ചേട്ടൻ എങ്ങനെയാ പറയുന്നത്? ശരി, ഇപ്പൊ വിട്ടേക്ക്. കാരണം കുടിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ട് രേവതിയും സച്ചിയും നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തില്ല എന്നുള്ള കാര്യം സച്ചിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എന്തായാലും രേവതി, നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, എന്തോ ചീത്ത സമയം നിനക്ക് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? അത് ഇതാണെന്ന് വിചാരിച്ചോ? എന്തായാലും വന്നതുപോലെ തന്നെ പോയിട്ടുണ്ട്, നീ ഇനി വണ്ടി കയറി എന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. തുടർന്ന് രാത്രിയിൽ സച്ചി രേവതിയും കൂടി ചേർന്നിട്ട് അന്നത്തെ വരുമാനത്തിന്റെ കാര്യങ്ങളൊക്കെയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഭക്ഷണം കഴിച്ചതും അതുപോലെ പെട്രോളിന്റെ എക്സ്പെൻസ് ഒക്കെ എഴുതിയില്ലെന്ന് ചോദിക്കുമ്പോൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സച്ചിയേട്ടാ, നമ്മള് ഇന്ന് ചെയ്ത വ്യാപാരത്തില് ചെലവെല്ലാം കഴിഞ്ഞിട്ട് 3000 രൂപ നമുക്ക് ലാഭം കിട്ടി. സാധാരണ എല്ലാ ദിവസവും പൂ കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്ക് ചെറിയ മടിയൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നാ ഇന്ന് ഞാൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതെന്താന്ന് സച്ചി ചോദിക്കുമ്പോ ഇന്ന് മുഴുവൻ ദിവസവും സച്ചേട്ടൻ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എനിക്കും രേവതി ഇന്ന് ട്രിപ്പ് ഒന്നും പോവാതെ നിന്റെ കൂടെ ഫുൾ ഡേ നിന്നത് ഭയങ്കര എൻജോയ്മെന്റ് ആയിട്ട് തോന്നി. നമ്മളിങ്ങനെ ഫുൾ ഡേ ഒന്നും ഒരുമിച്ച് ചുറ്റി കറങ്ങാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ സച്ചേട്ടൻ നാളെ വരുമെന്ന് ചോദിക്കുകയാണ് രേവതി. എല്ലാ ദിവസവും ഞാനിങ്ങനെ നിന്റെ കൂടെ കറങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്റെ ജോലി അങ്ങ് പോയി കിട്ടും, അത് കളയാനുള്ള പരിപാടിയാണെന്ന് ചോദിക്കുമ്പോ ഇല്ല, ഞാൻ എന്തായാലും അങ്ങനെയൊന്നും പറയില്ല സച്ചേട്ടാ. രേവതി, ഇന്നെന്തായാലും 3000 രൂപ ലാഭം വന്നിട്ടില്ലേ, നമുക്ക് ഇന്ന് രാത്രി സിനിമയ്ക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, ഇതെല്ലാം കൊണ്ടുപോയിട്ട് കുഞ്ചിനകത്ത് ഇടണം എന്നുള്ള കാര്യം പറയുകയാണേ. രേവതി, എപ്പം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ചിന്ത മാത്രം പോരല്ലോ, നമുക്ക് ഇടയ്ക്ക് കുറച്ച് എൻജോയ്മെന്റ് വേണ്ടേ? അതൊക്കെ നമ്മുടെ കയ്യിൽ പണമായിട്ട് മതി. അതിനൊക്കെ ഒരു നേരം വരും. അങ്ങനെ നേരം വരുന്നത് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നമുക്ക് ഓരോ ദിവസവും ഓരോരോ ആവശ്യങ്ങളല്ലേ, അതൊക്കെ സച്ചേട്ടാ നമ്മുടെ കയ്യിൽ ആവശ്യത്തിൽ കൂടുതൽ പണം വരുന്ന സമയത്ത് നമുക്ക് പോകാം. നമുക്കും ജീവിതത്തിൽ മുന്നേറി വരണ്ടേ? എന്താ ഇപ്പൊ നമ്മൾ നല്ല രീതിയിലല്ലേ ജീവിക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോ അതെ, ഞാൻ സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ എങ്കിലും നമ്മുടെ ഇവിടെ ഹാളിലല്ലേ കിടക്കുന്നത്, വരുന്നവരും പോകുന്നവരൊക്കെ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടല്ലോ. ഇവിടെ എല്ലാവർക്കും റൂമുണ്ട്, നമുക്ക് മാത്രം ഒരു റൂമില്ല. നീ എന്താ രേവതി ഇത്രയും സീരിയസ് ആയിട്ടൊക്കെ സംസാരിക്കുന്നത്? അതല്ല സച്ചേട്ടാ, ഈ വീട്ടിൽ മാത്രമല്ല നമുക്ക് പുറമേയും നല്ല മര്യാദ കിട്ടണ്ടേ? നമ്മുടെ കയ്യിൽ 1 രൂപയാണെന്നുണ്ടെങ്കിലും അത് ചേർത്ത് വെക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നീ പുറത്തു പോകണ്ട എന്നുള്ള കാര്യമാണല്ലേ പറയുന്നത്? അതെ, കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് മൊത്തത്തിൽ എന്റെ സ്വാതന്ത്ര്യം പോയിന്ന് സച്ചി പറയാണേ. ഓഹോ, അതിന് മാത്രം നിങ്ങളുടെ എന്ത് സ്വാതന്ത്ര്യം പോയത്? രേവതി, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നീ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്താ പോയെന്നുള്ള കാര്യം എനിക്കൊന്നും അറിയണല്ലോ. ശരി, ഞാൻ എന്തായാലും പറയാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് തുടങ്ങുവാണേ. ആദ്യം ഇഷ്ടത്തിന് ചെലവാക്കും, ആ സ്വാതന്ത്ര്യം അങ്ങ് പോയി. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ഇഷ്ടത്തിന് പോവല്ലോ, ആ സ്വാതന്ത്ര്യത്തിനും തട വീണു, അതും പോയി. പിന്നെ എന്താ പോയതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കടയിൽ കഴിക്കും, എന്നാൽ ഇപ്പൊ അത് കടയിൽ കഴിക്കാനുള്ള സ്വാതന്ത്ര്യമേ ഇല്ല. പിന്നുള്ളത് എവിടെയാ പോയത്, എത്ര സമ്പാദിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ആളില്ലായിരുന്നു, ആ സ്വാതന്ത്ര്യം പോയി. ഇതെല്ലാം കേട്ടിട്ട് രേവതി ചിരിക്കുകയാണേ. നീ എന്തിനാ ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ല, ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആളില്ലാത്ത സ്വാതന്ത്ര്യം പോയി എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അത് കേട്ടപ്പോ
മുമ്പ് പഠിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്താണെന്ന് സച്ചി ചോദിക്കും. 20 വയസ്സിൽ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആരുമില്ല എന്നുള്ള കാര്യം സ്വാതന്ത്ര്യമായിട്ട് തോന്നും. അത് 60 വയസ്സിൽ ആരും ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്വാതന്ത്ര്യം ഒരു കഷ്ടപ്പാടായിട്ട് തോന്നും. ഓ രേവതി, നീ 60 വയസ്സ് വരെ പോയോ? സച്ചേട്ടാ, ഈ ആണുങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെ വിചാരിക്കുന്നത്. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വാതന്ത്ര്യം പോയിന്ന് നിങ്ങൾ എന്തിനാ വിചാരിക്കുന്നത്? ഇത് ഉത്തരവാദിത്വം വന്നതുപോലെ കണ്ടാ മതി. പണ്ടൊക്കെ തോന്നിയ പോലെ ചെലവാക്കും, പിന്നെ ജോലിക്ക് പോവാതെ ചുറ്റിക്കറങ്ങും. ഇത് നോക്ക് രേവതി, ഞാൻ അങ്ങനെ ജോലിക്ക് പോവാതെ ചുറ്റിക്കറങ്ങുന്ന ആളൊന്നുമല്ല. ഞാൻ ചെയ്യുന്ന ജോലി ഉണ്ടല്ലോ, അത് എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ട്രിപ്പ് കറക്റ്റ് ആയിട്ട് പോകും. വീട്ടിലേക്കും കാശ് കൊടുക്കും. അല്ലാത്ത പക്ഷം എന്നെ ആരും ചോദ്യം ചെയ്യാൻ വേണ്ടി നിൽക്കാറില്ല. വെള്ളടിച്ച വന്നാൽ മാത്രം അച്ഛൻ എന്നെ ചീത്ത വിളിക്കുമായിരുന്നു. അല്ലാത്ത പക്ഷം ഞാൻ ഭയങ്കര ജോളിയായിരുന്നു. അത് കഴിഞ്ഞാണ് നീ വന്നത്. ഓ, അപ്പോ നിങ്ങളുടെ ജോലി പോയോ? ഇല്ല ഇല്ല, ഇത് വേറെ തരത്തിലുള്ള ജോലി എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ മടിയിലേക്ക് അങ്ങ് കിടക്കുവാണേ സച്ചി. ഇവരും ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്